പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 37 സങ്കീർത്തനക്കാരൻ പാടുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കാം, അവൻ അത് നിർവഹിക്കും. യെരൂശലേമിന്റെ തകർച്ച നിമിത്തം ഉപവസിച്ച് വളരെ കരഞ്ഞ വ്യക്തിയാണ് നെഹമ്യാവ്. തന്റെ മുഖത്തിന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച രാജാവ് കാര്യം തിരക്കിയപ്പോൾ നെഹമ്യാവ് വീണ്ടും തന്റെ വഴി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഉള്ളം കൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ രാജാവിൽ നിന്നും അനുവാദം ലഭിച്ചു എങ്കിലും ലക്ഷ്യം നിറവേറുന്നത് വരെ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നതായും കാണുന്നു. തന്റെ വഴി ദൈവത്തെ ഭരമേൽപ്പിച്ചപ്പോൾ ദൈവം അത് ഭംഗിയായി ചെയ്തു കൊടുത്തു. 6 ലക്ഷത്തിൽ താഴെ മാത്രം സൈന്യങ്ങൾ ഉണ്ടായിരുന്ന ആസയുടെ നേരെ 10 ലക്ഷം യോദ്ധാക്കളുമായും സേരഹ് യുദ്ധത്തിന് വന്നു. ആസ തന്റെ ബലഹീനത മനസ്സിലാക്കി പൂർണ്ണമായും തന്റെ ജീവിതം ദൈവത്തിൽ ഭരമേൽപ്പിച്ചു, ആശ്രയിച്ചു. അപ്പോൾ യഹോവ ആസയുടെയും യഹൂദരുടെയും മുമ്പിൽ കൂശരെ തോൽക്കുമാറാക്കി. ദൈവം കാര്യങ്ങൾ ഭംഗിയായി നിവർത്തിച്ചു കൊടുത്ത് ആസയുടെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നൽകുവാനിടയായി. മല്ലനായ ഗോലിയോത്തിനെ നേരിടുവാൻ ഇസ്രായേൽ ആർക്കും ത്രാണിയില്ലായിരുന്നു. അവന്റെ നിമിത്തം അവർ ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് തന്റെ വഴി ദൈവത്തെ ഭരമേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു. ചെറുബാലനായിരുന്ന ദാവീദിന്റെ മുന്നിൽ മല്ലൻ തോൽക്കുവാനും മരിക്കുവാനും ഇടയായി. മല്ലനെ ജയിക്കുവാനുള്ള ശക്തി ദൈവം ദാവീദിന് കൊടുത്തു. ആമേൻ. പ്രിയ ദൈവവേദിലേ, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ വലുത് മുതൽ ചെറുത് വരെയുള്ള സമസ്ത ആവശ്യങ്ങളെയും ദൈവത്തെ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്നതാണ്. മറ്റു പലരെയും പരീക്ഷിച്ചു നോക്കി അല്ലെങ്കിൽ ആശ്രയിച്ചു നോക്കി പരാജയപ്പെടുമ്പോൾ മറ്റു പോംവഴികളൊന്നുമില്ലാത്തതിനാൽ ദൈവത്തെ ഏൽപ്പിക്കുക എന്നുമല്ല അർത്ഥം. പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ മനസ്സോടും സന്തോഷത്തോടും കൂടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ അർപ്പിച്ചാൽ അവിടെ നിന്ന് നാം ചിന്തിക്കുന്നതിനേക്കാളും ഭംഗിയായി നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരും. ദൈവം അതിന് വിശ്വസ്തനാണ്. തങ്ങൾ സേവിക്കുന്ന ദൈവം തങ്ങളെ ഈ തീച്ചൂളയിൽ നിന്നും വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവേ, നിന്റെ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല എന്നുള്ള ഉറപ്പാണ് തൻ്റെ ഭക്തന്മാരെ ദൈവം തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുവാൻ ഇടയായത്. ജീവിക്കുവാൻ വേണ്ടി വേഷം കെട്ടുന്ന അതല്ല വിശ്വാസ ജീവിതം. മാനുഷിക പ്രതീക്ഷകൾക്ക് വേണ്ടിയും മാനുഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യസാധ്യതകൾക്ക് വേണ്ടിയും ദൈവത്തെ തള്ളിക്കളയുന്നതുമല്ല വിശ്വാസ ജീവിതം. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളെ കർത്താവിൽ ഭരമേൽപ്പിക്കാം. ഈ പ്രഭാതം നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ ദാസന്മാരെ സ്തോത്രം, ഹല്ലേലൂയ. നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം എന്തു ചെയ്താലും ദൈവം അത് നിവർത്തിക്കുവാനിടയാകും. ഒരു ബിസിനസ് കർത്താവിൽ ആശ്രയിച്ച് ചെയ്താൽ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ഭവനത്തെ പണിതാൽ, സ്തോത്രം, സകലത്തെ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വിദ്യാഭ്യാസങ്ങൾ എല്ലാ മേഖലകളും ഒരു ദൈവസഭയാകട്ടെ സകലത്തിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് സ്തോത്രം നാം പ്രാർത്ഥനയോടുകൂടെ ഗമിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം സകലതും നിവർത്തിച്ചു തരുവാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്ന നാഥ, ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാര് വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതം വളരെ ഭാരത്തോടുകൂടെ ആയിരിക്കുന്നവരുണ്ടായിരിക്കും. ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, മാനസിക നിരാശകളിലും രോഗബലഹീനതകളിലും ഇനി ഞങ്ങൾക്ക് ഒരാശ്രയം ഈ ഭൂമിയിലില്ല, മാനുഷികമായി ഞങ്ങൾക്കൊരാശ്രയമില്ല, ഞങ്ങൾക്കൊരു സഹായമില്ല എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവകരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു.
ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.